സർ ഐസക് ന്യൂട്ടന്റെ ഗ്രാവിറ്റേഷൻ തിയറി അല്ലാത്ത വേറെ ചില തിയറികളുണ്ട്, ചലന നിയമങ്ങൾ. ഒരു സ്ഥിരമായി നിൽക്കുന്ന വസ്തു ചലിക്കാനോ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു നിൽക്കാനോ ഐസക് ന്യൂട്ടൻ പറയുന്നത് പുറമേ നിന്നുള്ള ഒരു പ്രഷർ വേണം എന്നാണ്. അല്ലേ? അത് പഠിച്ചിട്ടില്ലേ? ബാഹ്യമായൊരു പ്രഷർ വേണം, അതോടൊപ്പം അത് അസന്തുലിതവും ആവണം. എന്ന് വെച്ചാൽ കുറച്ച് ഏറ്റക്കുറച്ചിൽ വേണം. ഇപ്പൊ ഞാൻ ഈ സാധനം ഇങ്ങോട്ട് വലിക്കുന്നു, ഞാൻ വലിക്കുന്ന അതേ ഫോഴ്സ് വെച്ച് വേറൊരാൾ അങ്ങോട്ടും വലിക്കുന്നു, ഇത് ചലിക്കൂല, അവിടെ തന്നെ നിൽക്കും. ഏതെങ്കിലും ഒരാളുടെ ചലനം അസന്തുലിതമാകുമ്പോൾ എന്റേത് ശക്തി കൂടിയാൽ ഇങ്ങോട്ട് വരും, വേറൊരാളുടെ ശക്തി കൂടിയാൽ അങ്ങോട്ട് പോകും. അല്ലേ? അതോടൊപ്പം അത് ബാഹ്യവും ആവണം. നമ്മളൊരു കാറ് നിർത്തിയിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഡാഷ്ബോർഡ് എത്ര ഉന്തിയാലും വണ്ടി പോകില്ല, ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടില്ലെങ്കിലും ഒന്നും വണ്ടി പോകില്ല. എന്തുകൊണ്ട്? ആ കാറിന്റെ ഉള്ളിൽ നിന്ന് പ്രഷർ കൊടുത്തിട്ടുണ്ടെങ്കിൽ വണ്ടിക്ക് നീക്കം പറ്റൂല. കാരണം സർ ഐസക് ന്യൂട്ടൻ തെളിയിച്ചിട്ടുണ്ട്, ശാസ്ത്രലോകം അംഗീകരിച്ചിട്ടുണ്ട്, ബാഹ്യമായൊരു എനർജി, ഒരു പ്രഷർ വന്നാൽ മാത്രമേ ഒരു വസ്തു ചലിക്കുള്ളൂ. അത്ര ശരിയല്ല മോനെ? ബാഹ്യമായൊരു എനർജി വരണ്ടേ? തീർച്ചയായിട്ടും വേണം. അങ്ങനെ വരുമ്പോൾ ഈ പ്രപഞ്ചം ആകമാനം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു വസ്തു ചലിക്കണമെന്നുണ്ടെങ്കിൽ ബാഹ്യമായൊരു എനർജി വേണം, ഒരു പ്രഷർ വേണം. പ്രപഞ്ചാതീതനായ ഒരാൾ ഈ പ്രഷർ കൊടുക്കാതെ എങ്ങനെ പ്രപഞ്ചം ചലിക്കാം?